ഇന്നിപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത്. ഒരു 7 മണി ആയിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകൾ ഉണ്ടായിരുന്നു, സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെൻഡിങ്ങുള്ള കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊടിയായിട്ട് ആകെ നല്ലപോലെ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാക്വം വെച്ചിട്ടാണ് നോർമലി പൊടിയൊക്കെ എടുക്കാറ്. അതിൽ തന്നെ തുടയ്ക്കലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പൊടിയുള്ള കാരണം കൊണ്ട് വർക്ക് കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. പാർത്തൂന് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഈ വാക്വം. അവളാണെന്നുണ്ടെങ്കിൽ അതിനെ റോബോ എന്നാണ് വിളിക്കുക. പിന്നെ ഇന്ന് ചിക്കനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ വെച്ച കാരണം കൊണ്ട് വെള്ളയപ്പം മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെള്ളയപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദൂരം ഇങ്ങനെ വണ്ടിയിൽ മഴയത്ത് ഇങ്ങനെ യാത്ര പോകുക എന്ന് പറയുമ്പോൾ എനിക്കും ചേട്ടനും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം പുറത്തേക്ക് പോകുക എന്നുള്ളത്. ഈ സമയം ഞങ്ങൾ സാധാരണ വടക്കുന്നാഥനിലേക്ക് പോകുന്ന ഒരു നേരമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പോകാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വെള്ളയപ്പങ്ങാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പങ്ങാടിയിലെത്തി. ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളയപ്പം മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളയപ്പങ്ങാടിയിൽ നിന്നാണ് മേടിക്കാറ്. ഇവിടുത്തെ വെള്ളയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടെ ചെന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു, പക്ഷേ അധികം നേരം നിൽക്കേണ്ടിയൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പുത്തമ്പള്ളിയിലൂടെ സൈഡിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. കുഞ്ഞിന് ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ലേറ്റ് സാധാരണ ഇടാറുണ്ട്. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു ലേറ്റൊന്നും അധികം കണ്ടില്ല. അപ്പോൾ അവൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വരാജ് റൗണ്ടിലെത്തി. നമ്മുടെ വടക്കുന്നാഥനെ ദർശിക്കാൻ പറ്റുന്ന സമയമാണല്ലോ ഈ സമയത്ത്. തൃപ്പുകയൊക്കെ നടക്കുന്ന നേരമാണ് 8 മണി 8:30 ആ നേരത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് കിട്ടി. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ പാത്തും പാറും കൂടി ഒരു ചെറിയ അടിയൊക്കെ ഉണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾ അവളെ എടുത്തു. അവളാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ ഡാഷിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്.